ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി മുതൽ മാർച്ച് മാസം 1-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. അത് കൊല്ലവർഷം 1200-ാം ആണ്ട് കുംഭമാസം 11-ാം തീയതി മുതൽ കുംഭമാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ഒരു ആഴ്ച 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും 12 രാശികളായിട്ട് തിരിച്ച് 2.25 നക്ഷത്രമാണ് ഒരു രാശി. ആ കണക്കിന് 12 രാശികളായിട്ട് തിരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഹോരാ ശാസ്ത്രപ്രകാരം രാശിയുടെയും രാശ്യാധിപൻ്റെയും ഓരോ ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയും സ്ഥിതിയും സ്ഫുടവും ഒക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ്. എന്നിരുന്നാലും ശനിയുടെ ബന്ധം രാശിയിലേക്ക് ഉള്ളതിനാൽ പൊതുവെ ഒരു അലസതയൊക്കെ വന്നുപെടാം. വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ധനം ചെലവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽ ക്ലേശം ഉണ്ടാകുന്നതിനോ ധനപരമായ വരവ് കുറയുന്നതിനുമൊക്കെ സൂചനയുണ്ട്. അതുപോലെ തന്നെയാണ് ആരോഗ്യപരമായ കാര്യം. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്ദിച്ച്, ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ഉള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ അഭിവൃദ്ധികൾ വന്നിച്ചേരും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും 5-ാമിടത്ത് കേതു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കണ്ടകശനി തീരാൻ പോകുന്ന സമയമാണ്. ഇതുവരെയും കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നവരാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുവാൻ. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാനും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുപെടാനും ഒക്കെ സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടാതെയും വളരെ ശ്രദ്ധ, അതുപോലെ തന്നെ കൂടുതൽ സമയം പഠിക്കുന്നതിനായിട്ട് കണ്ടെത്തുകയും ഒക്കെ ആവശ്യമാണ്. ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കി വേണം സംസാരിക്കുവാൻ. അത് ദമ്പതികളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ സംസാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുക, അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പുതിയ ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ട്. കൂടാതെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനായിട്ടൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവും യശസ്സും ശ്രേയസ്സും ഒക്കെ വന്നു ചേരുവാനായിട്ട് നല്ലതാണ്. മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അതായത് സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ലതാണ് 12-ാമിടത്ത് നിൽക്കുന്നത്. ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം വരും. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. എന്നിരുന്നാലും ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ അതുപോലെ തന്നെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. കുടുംബത്ത് സഹോദരങ്ങളുമായിട്ടോ പരസ്പരം മാതാപിതാക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായി വാഹനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. വളരെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ വേണം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് പരസ്പരം സഹപ്രവർത്തകരുമായി കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക.
വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനൊക്കെ സാധിക്കും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വേലായുധ സ്വാമി മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക, പുരോഗതികൾ വന്നിച്ച്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. വിജയങ്ങൾ വന്നു ചേരും, തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും, ധന ആഗമന യോഗമുണ്ട്. അധിക സാഹസികത പാടില്ല. സുഹൃത്തുക്കളിൽ നിന്നും സഹോദര സ്ഥാനീയർ മൂലവും ചില ചിലവുകൾ അധികം വന്നു ചേരുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം. കുടുംബത്ത് സമാധാനവും ഐക്യവും നിലനിർത്തുവാനായിട്ട് സാധിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. വാക്ക് പാലിക്കാൻ പറ്റാതെ വരാം. സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും ഒക്കെ സഹായം ലഭിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഒരു അനുകൂലമായ ആഴ്ചയുമാണ്. പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യവും ദൈവാധീനവുമുള്ള സമയമാണ്. എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി മരുന്ന് കഴിക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിൽ മനസ്സറിയാത്ത കാര്യത്തിനാണ് എങ്കിൽ പോലും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാം. കുടുംബത്ത് പൊതുവെ സമ്പൂർണമായ സന്തോഷവും ഒക്കെ വന്നു ചേരും. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. ധന ആഗമന യോഗവും ഉണ്ട്. ഈ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബത്ത് പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നിരുന്നാലും സന്താനങ്ങളെ കൊണ്ട് ചില മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. ഇടപാടുകാരോടൊക്കെ കൃത്യനിഷ്ഠ പാലിക്കുവാനും അസമയത്തെ യാത്രകൾ ഒഴിവാക്കുകയും സ്ഫോടവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും പൊക്കത്തിലൊക്കെ കയറുന്നവരും സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ വളരെ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ഏറ്റവും ഉത്തമം. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. നിവൃത്തി സ്ഥാനത്ത് സപ്തമഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും. പ്രണയത്തിലൂടെ വിവാഹം വാക്കാകുന്നതിനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട്. കൂടാതെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. സ്വന്തം നിലയ്ക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ ധന ആഗമനമുണ്ട്. പുതിയ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു തീരുമാനമാകുന്നതിനും യോഗമുണ്ട്. വാഹന ഭാഗ്യവും അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് യോഗവും ഭാഗ്യവും ദൈവാധീനവും ഉള്ള ഒരു ആഴ്ചയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. വളരെയധികം ശ്രദ്ധയെ ഓരോ കാര്യങ്ങൾക്കും വേണ്ട ഒരു ആഴ്ചയാണ്. അതായത് ഏറ്റവും പ്രധാനം ആരോഗ്യം
വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സംസാരം വളരെ ശ്രദ്ധിക്കുക. അവരവരുടെ തന്നെ സംസാരത്തിലെ പിഴവുകൾ മറ്റുള്ളവർ ആയുധമാക്കി നമുക്കെതിരെ വിടാതെ വളരെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും സഹായമുണ്ടാകും. കുടുംബത്ത് രാഹു, അതായത് 4-ാമിടത്ത് രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ പല വിധത്തിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. വാഹനം പുതിയത് വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ ഒക്കെ വിനിയോഗിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള സമയമാണ്. അതായത് രാശിയുടെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും പൊതുവെ ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ വർദ്ധിക്കുകയും വിക്രമസ്ഥാനം, ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവം വളരെ ശോഭിക്കുകയാൽ പ്രവർത്തന രംഗത്തെ വിജയിക്കുവാൻ സാധിക്കുകയും കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനോ മനസ്സന്തോഷം അനുഭവിക്കുന്നതിനുമൊക്കെ മനസ്സിന് സന്തോഷകരമായിട്ട് കുടുംബത്തെ സന്തോഷകരമായി ജീവിക്കുവാനും ഒരു ഭൂമി വന്നു ചേരുവാനുമൊക്കെ യോഗം. ഭൂമി സംബന്ധമായ കടങ്ങൾ അധികം വന്നു ചേരാതെ വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്തും വളരെ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിത ദാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ എള്ളുപായസം കഴിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ അകന്ന് ഐശ്വര്യങ്ങൾ വന്നു. കുംഭം രാശിക്കാരായിരിക്കുന്ന വിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു. 4-ാമിടത്ത് വ്യാഴം ഉള്ളതിനാൽ അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. എന്നിരുന്നാലും അവരവരുടെ സംസാരം ഒക്കെ വളരെ ശ്രദ്ധിക്കുക. തന്നാൽ ഭരിക്കപ്പെടുന്ന ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്ന, അതായത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിൽ അതീവ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയൊക്കെ ആവശ്യം. വീട് അല്ലെങ്കിൽ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ യോഗമുണ്ട്. ഭൂമി വന്നു ചേരുവാനും യോഗമുണ്ട്. പ്രധാന കാര്യങ്ങൾ തെറ്റിപ്പോകാതെ വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ്. അതിനായിട്ട് യഥാശക്തി അനുസരിച്ച് ശാസ്താവൻ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഐശ്വര്യങ്ങൾ വന്നു ചെയ്യും. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയം. 7ാം ശനി ഇപ്പോൾ ഉള്ള കാലമാണ്. വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. രാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യുകയും 7ാമത്തിലാണ് കേതു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമായവരും കൊച്ചുകുട്ടികളുമൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു പെടുന്നതിനോ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനുമൊക്കെ സൂചന. അതുപോലെ തന്നെ സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായം കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നതിനും ധന ആഗമനം ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതിയും വന്നു ചേരും. ഗൃഹസംബന്ധമായിട്ട് വളരെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ വേണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാക്കുതർക്കമൊക്കെ ഉള്ളവർ കേസിലോ ഒക്കെ വന്ന് പെട്ടുപോകാതെ പരസ്പരം കയ്യാങ്കളിയിലൊക്കെ ചെന്ന് പെടാതെയൊക്കെ വളരെ ശ്രദ്ധിക്കുക. യുവതികളായാലും യുവാക്കളായാലും ഒക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ധനപരമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകവുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം ലയിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. ദോഷങ്ങളൊക്കെ മാറി വളരെ ഐശ്വര്യപൂർണമായിട്ട് ഓരോ ദിവസവും സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ
അവസരം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.